ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡൻ ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു ഡിന്നർ കോംബോ ഷെയർ ചെയ്യാം. അതിനുവേണ്ടി ഗോതമ്പ് ദോശയാണ് ചെയ്യുന്നത്. ഗോതമ്പ് ദോശയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. നമ്മൾ സാധാരണ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് റെഡിയായി കിട്ടും ഇതുപോലെ വിസ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫിഷ് ടൊമാറ്റോ വറ്റിച്ചെടുത്തതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകല്ല, ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നീട് സവാള നേരിയതായിട്ട് അരിഞ്ഞു കൊടുക്കുക. അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് ഒരുപാടൊന്നും വഴണ്ടി വരണ്ട. അതിന് മുമ്പേ ടൊമാറ്റോ ഒരു ഫുള്ള്, അതായത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടൊമാറ്റോ ആയിരുന്നു, നല്ല കളറും ഉള്ള ടൊമാറ്റോ ആയിരുന്നു. അപ്പോൾ കറിക്ക് നല്ല കളർ കിട്ടും. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരിത്തിരി ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളിയും ടൊമാറ്റോയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിങ്ങനെ നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും ആവിയിൽ കിടന്ന് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിനുശേഷം ഒന്നിതുപോലെ കുത്തി ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നല്ല കറിക്ക് നല്ലൊരു തിക്നെസ്സും ഗ്രേവിയും കിട്ടും. നമ്മൾ അരച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരൽപ്പം വിനീഗർ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരിത്തിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ആ പൊടികളും ആ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരും. പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ടൊമാറ്റോൻ്റെ പീസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. അതൊന്ന് നന്നായിട്ട് തിളച്ച് റെഡിയായി വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഏത് ഫിഷും നമുക്ക് യൂസ് ചെയ്യാം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫിഷ് ഇട്ട ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ഈ ഫിഷ് കറിയൊക്കെ ആകുമ്പോൾ നമുക്കതൊന്ന് ആവി കയറി വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുക്കാവുന്നതിന് മുമ്പേ തന്നെ മസാലയും മീനും കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം മിക്സ് ചെയ്യാം. ഇതങ്ങനെ ഒരുപാട് ചാറുള്ളൊരു കറിയൊന്നുമല്ല കേട്ടോ. നല്ല തിക്നെസ്സിൽ, അതായത് നമ്മൾ പ്ലേറ്റിൽ വച്ചിട്ടുണ്ടെങ്കിൽ ആ വച്ചെടുത്ത് തന്നെ ഇരിക്കുന്ന ഒരു കറിയാണ്. അധികം ഗ്രേവി ഇല്ലാത്ത കറിയാണ്. ശരിക്കും പറഞ്ഞാൽ ടൊമാറ്റോൻ്റെ ഈ ഒരു പുളി തന്നെ മതി. എങ്കിലും ഒരു വിനീഗറത്തിനും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി കറി റെഡിയായി കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ കറി റെഡിയായി കിട്ടും കേട്ടോ. അടച്ചു വെച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ഇതുപോലെ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ തൂവിയെടുക്കണത്. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്, എങ്കിലും മൺചട്ടിയിലായതുകൊണ്ട് കറി കണ്ടില്ലേ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ അടച്ചു വെക്കുമ്പോൾ ആ ഒരു കറി വേപ്പിലയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് സോയ ചങ്ക്സ് കറി വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് പൊട്ടറ്റോ കൂടി ചേർത്ത് മിക്സ് ചെയ്യണതാണ്. സോയ ചങ്ക്സും പൊട്ടറ്റോയും കൂടി നല്ല മാച്ചാണ് കേട്ടോ. സോയ ചങ്ക്സ് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കണ പോലെ മസാലകളൊക്കെ ചേർത്തിട്ട്, അത് ഞാനങ്ങനെ റെസിപ്പി അതിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ കറി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് പൊട്ടറ്റോ കുറച്ച് വേവിച്ച് ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് ഈ പൊട്ടറ്റോയിലേക്കും കൂടി മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി പാൻ വെച്ചിട്ട് നമ്മുടെ ഗോതമ്പ് ദോശകളൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ മാവ് കലക്കി വെച്ച സമയത്ത് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഓരോ പ്രാവശ്യം അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പെട്ടെന്ന് ഓരോന്നായിട്ട് റെഡിയാക്കിയെടുക്കാം.
പിന്നെ ഗോതമ്പ് ദോശ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതല്ലെങ്കിൽ അധികം മൊരിയുന്നതിന് മുമ്പ് ഇതുപോലെ എടുക്കുക. നന്നായിട്ട് മൊരിയിച്ചൊക്കെ ഒത്തിരി നെയ്യ് ചേർത്ത് മൊരിയിച്ചെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ പോലെ നന്നായിട്ട് പൊള്ളി വരും, ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ. അതും കഴിക്കാനും നല്ല ടേസ്റ്റ്, കാണാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ദോശ ചെയ്തെടുക്കണ പോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ഡിന്നർ കോംബോ റെഡി ആയിട്ടുണ്ടതാ. ചങ്ക്സ് പൊട്ടറ്റോ കറി, ഫിഷ് കറി. അപ്പോൾ ഞാൻ കുറച്ച് പത്തിരി കൂടി ഉണ്ടായിരുന്നത്, അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് ദോശ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിന്നർ കോംബോ. അപ്പോൾ ഇതുപോലെ ഒരു കോമ്പിനേഷനിലൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്